നമ്മൾ പലപ്പോഴും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഫോണിൽ 2 ജിബിയും 1 ജിബിയും ഒക്കെ ഡാറ്റകൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ നല്ല സ്പീഡുള്ള വൈഫൈ കണക്ഷൻ ഉണ്ടായിട്ടും പല സമയത്തും നമ്മൾ ബ്രൗസിംഗ് ചെയ്യുമ്പോഴോ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴോ അങ്ങനെ പലതിലേക്കും നമ്മൾ പ്രവേശിക്കാൻ നോക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും അത് ഓപ്പണായി വരുന്നത്. ചിലപ്പോൾ അത് ഒരുപാട് നേരം ലോഡായി നിന്നേക്കാം. എന്നാൽ ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ ഫോണിൽ ചെയ്താൽ മതി. നെറ്റിൻ്റെ സ്പീഡ് നല്ല രീതിയിൽ കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ നെറ്റിൻ്റെ സ്പീഡ് കൂടിയതായിട്ട് അനുഭവപ്പെടുന്നതാണ്. മാത്രമല്ല ഇത് ചെയ്യുന്നതിലൂടെ ബ്രൗസിങ്ങിൻ്റെ സ്പീഡ് കൂട്ടുന്നതിനോടൊപ്പം സെക്യൂരിറ്റി കൂട്ടാനും അതുപോലെ ബ്ലോക്ക് ആയിട്ടുള്ള ചില വെബ്സൈറ്റുകൾ ഇതുവഴി ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ക്രോം ബ്രൗസറിലൂടെയാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഏറ്റവും താഴെയുള്ള സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ എടുക്കുക. ശേഷം ഇവിടെ കാണുന്ന പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ യൂസ് സെക്യൂർ DNS എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് DNS എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്തിനാണ് ഈ DNS യൂസ് ചെയ്യുന്നത്? DNS അഥവാ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഫോൺ ബുക്കാണ്. അതായത് നമ്മൾ google.com എന്നോ അല്ലെങ്കിൽ youtube.com എന്നൊക്കെ സെർച്ച് ചെയ്താൽ അത് ഏത് സെർവറിലാണെന്ന് ചോദിക്കും. നേരിട്ട് അത് ഓപ്പൺ ആവില്ല. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് DNS സ്ലോ ആണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത വെബ്സൈറ്റ് സ്ലോ ആയിട്ടായിരിക്കും നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്നത്. DNS വേഗത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ google.com എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആ പേരിന് പിന്നിലുള്ള IP അഡ്രസ്സ് ഏതാണെന്ന് കണ്ടെത്തി നമ്മുടെ ഫോണിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോ നൽകുന്ന ജോലിയാണ് DNS ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് DNS എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യൂസ് സെക്യൂർ DNS എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് ആദ്യത്തെ യൂസ് യുവർ കറണ്ട് സർവീസ് പ്രൊവൈഡർ എന്ന ഈ ഒരു ഓപ്ഷനായിരിക്കും നിങ്ങൾക്ക് സെലക്ട് ആയിട്ടുണ്ടാവുക. ഇതായിരിക്കും നിങ്ങളുടെ സിം കമ്പനിയുടെയും ഇൻ്റർനെറ്റിൻ്റെയൊക്കെ DNS. ഇത് ചിലപ്പോൾ സ്ലോ ആയിരിക്കും. അതുപോലെ തന്നെ ചില സൈറ്റുകളൊക്കെ ബ്ലോക്ക് ആയിരിക്കാം. അതിനാൽ താഴെ ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് ഒരു ആരോ ചിഹ്നം കാണും. അതിന് ജസ്റ്റ് ടച്ച് ചെയ്താൽ ഇങ്ങനെ 4 ഓപ്ഷൻ കൂടി വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിൽ ആദ്യം കാണുന്നത് ഗൂഗിൾ പബ്ലിക് DNS എന്നൊരു ഓപ്ഷനാണ്. ഇത് ഗൂഗിളിൻ്റെ DNS ആണ്. സെക്യൂരിറ്റി കൂടുതലായി തന്നെ ഇത് ലഭിക്കുന്നതല്ല. ഒരു ആവറേജ് സെക്യൂരിറ്റി മാത്രമേ നമുക്കിത് ലഭ്യമാകുന്നുള്ളൂ. അതുപോലെ ചിലപ്പോഴൊക്കെ ഇതിൽ എറർ വരാനും കൂടുതൽ സാധ്യതയുള്ളതാണ്. രണ്ടാമത് കാണുന്ന ക്ലീൻ ബ്രൗസിംഗ്. ഇതിൻ്റെ ഉപയോഗം ഇത് നമുക്ക് കൂടുതൽ പേരൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് അവിടെ ബ്രാക്കറ്റിൽ തന്നെ കാണാം ഫാമിലി ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അഡൾട്ട് വെബ്സൈറ്റുകളൊക്കെ ഓട്ടോമാറ്റിക് ബ്ലോക്കാക്കി വെക്കാനുള്ളൊരു നല്ല ഓപ്ഷൻ കൂടിയാണിത്. ഓക്കെ. പിന്നെ മൂന്നാമതുള്ളത് ഓപ്പൺ DNS എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് കൂടുതൽ സെക്യൂരിറ്റി ലഭിക്കുന്നതാണ്. എന്നാലും ചിലപ്പോൾ നിങ്ങളുടെ സൈറ്റൊക്കെ ബ്ലോക്കായി പോകാനും സാധ്യതയുണ്ട്. ഇനി ഏറ്റവും താഴെയുള്ളത് ക്ലൗഡ് ഫ്ലെയർ എന്ന ഓപ്ഷനാണ്. ഇത് വളരെ കൂടുതൽ സെക്യൂരിറ്റി നൽകുന്നതും ബ്രൗസിങ് ചെയ്യുമ്പോഴൊക്കെ വെബ്സൈറ്റുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു DNS ആണ്. അതുപോലെ ട്രാക്കിംഗ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ പബ്ലിക് DNS സർവീസുകളിൽ ഒന്നാണ് ക്ലൗഡ് ഫ്ലെയർ 1.1.1.1 എന്നത്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിന് മുമ്പ് തിരഞ്ഞിരുന്ന പല വെബ്സൈറ്റുകളും ഒക്കെ പെട്ടെന്ന് തന്നെ ലോഡായി വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. മുമ്പ് നിങ്ങൾ നേരിട്ട് ആ ഒരു വേഗത കുറവ് പിന്നീട് ഉണ്ടാവുന്നതല്ല. എന്തുകൊണ്ടാണ് ക്ലൗഡ് ഫ്ലെയർ വേഗത കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകമെമ്പാടും നിരവധി ഡാറ്റാ സെൻ്ററുകളുണ്ട്. അതിനാൽ നിങ്ങളൊരു വെബ്സൈറ്റ് സന്ദർശിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷനിൽ ഏറ്റവും അടുത്തുള്ള സെർവറിൽ നിന്ന് തന്നെ അതിവേഗം IP അഡ്രസ്സ് കണ്ടെത്തി നൽകാൻ അവർക്ക് സാധിക്കുന്നു. അതിനാൽ നിങ്ങളൊരു വെബ്സൈറ്റ് തിരയുമ്പോൾ അത് വളരെ വേഗത്തിൽ തന്നെ ലോഡ് ചെയ്ത് ഓപ്പൺ ആകാൻ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് ബാക്കോട്ട് വരിക. ബാക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. യൂസ് സെക്യൂർ DNS താഴെ ഓൺ ക്ലൗഡ് ഫ്ലെയർ എന്നുള്ളത് ഇവിടെ അത് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലൊന്ന് ഇത് പരിശോധിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫലം എന്ത് തന്നെയാണെങ്കിലും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക.